ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ലേവ്യ പുസ്തകം 5-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 5-ാം അധ്യായം അകൃത്യയാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അകൃത്യയാഗം എന്ന് പറയുന്നത് ദൈവത്തിനെതിരായോ മനുഷ്യനെതിരായോ പാപം ചെയ്യുമ്പോൾ അതിൻ്റെ പരിഹാരത്തിനായി ചെയ്യേണ്ടി വരുന്ന പാപമാണ്, അതിന് പരിഹാരമായി ചെയ്യേണ്ട ബലിയാണ് അകൃത്യയാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദോഷകരമായ ചിന്തകൾ, നമ്മുടെ മനോഭാവങ്ങളൊക്കെ വാസ്തവത്തിൽ ദൈവത്തിനെതിരായിട്ടുള്ള പാപമാണ്. അത് മനുഷ്യനെ നേരിട്ട് അത് ദോഷം ചെയ്യുന്നില്ലായിരിക്കാം. എന്നാൽ മനുഷ്യന് എതിരായിട്ട് നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് മനുഷ്യനെതിരായ പാപമായി അത് കണക്കാക്കുന്നു. ഇങ്ങനെയുള്ള പാപങ്ങൾക്കാണ്, അതിന് പരിഹാരമായിട്ടാണ് 5-ാമത്തെ യാഗമായ അകൃത്യയാഗം ചെയ്യേണ്ടത്. ഈ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യനെതിരായ ഒരു പാപത്തെക്കുറിച്ച് ആദ്യം പറയുന്നു. ഒരുവന് അറിയാവുന്നതായ ഒരു കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ട സാഹചര്യം വരുമ്പോൾ അവനത് പറയാതെ ഇരുന്നാൽ അത് പാപമാണ്. ഒരുപക്ഷെ അവൻ അങ്ങനെ സാക്ഷ്യം പറഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ അവന് സ്നേഹിക്കുന്നവന് ദോഷം വരാമെന്നുള്ളത് കൊണ്ടാവാം പറയാതിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നിരപരാധിയായ മറ്റൊരുവൻ അവിടെ ശിക്ഷിക്കപ്പെടും. അത് വലിയ തെറ്റാണ്. നിൻ്റെ കൂട്ടുകാരനോടുള്ള സ്നേഹനിമിത്തം നീ അവനെക്കുറിച്ചുള്ള ആ പ്രവർത്തനത്തിൻ്റെ സാക്ഷ്യം പറയാതിരുന്നാൽ, മനഃപൂർവ്വം പറയാതിരുന്നാൽ, നിരപരാധിയായ മറ്റൊരുവൻ അത് മുഖാന്തരം ശിക്ഷിക്കപ്പെടുവാൻ കാരണമായിട്ട് തീരും. അത് വലിയ പാപമാണ്. കാരണം അവൻ്റെ മൗനം നിരപരാധിയായവനെ ശിക്ഷിക്കാൻ കാരണമാകുന്നു. അപ്പം അങ്ങനെ സംഭവിച്ചാൽ അവൻ 2 പാപമാണ് ചെയ്യുന്നത്. 1, കൂട്ടുകാരൻ്റെ അകൃത്യം അവൻ മറച്ചു വെച്ചു. 2, അവൻ മുഖാന്തരം നിരപരാധിയായ ഒരുവൻ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ ദൈവത്തോടും മനുഷ്യനോടും ചെയ്യുന്ന ഒരു പാപമായി അത് മാറുകയാണ്. ആയതുപോലെ പിന്നെ പറയുന്നു, അശുദ്ധമായതിനെ, അത് മൃഗമായാലും അതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുക്കളായാലും എന്തിനെങ്കിലും സ്പർശിച്ചാൽ അവൻ അശുദ്ധനാകും. അപ്പം അങ്ങനെ ആ അശുദ്ധമായാലും അതിന് പ്രായശ്ചിത്തം അല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള യാഗം അവൻ അർപ്പിക്കേണ്ടതാണ്. അപ്പം അതുപോലെ തന്നെ അത് നന്മയായാലും അത് തിന്മയായാലും അതിനെ നമ്മൾ ആണയിട്ട് നമ്മൾ അത് പറഞ്ഞതിന് ശേഷം അത് പിന്നെ നമ്മൾ പാലിക്കാതിരുന്നാൽ അത് അകൃത്യയാഗത്തിന് മുഖാന്തരമായിട്ട് അത് മാറുകയാണ്. അത് ഓർക്കുമ്പോൾ നീ കുറ്റക്കാരനായിട്ട് മാറുമെന്നാണ്. അവൻ പാപപരിഹാരത്തിനായി ഒരു പെൺചെമ്മരിയാടിനെയോ പെൺകോലാടിനെയോ അവന് കൊണ്ടുവന്ന് സമർപ്പിക്കാം. അതിന് നിർവാഹമില്ലെങ്കിൽ 2 ചെങ്ങാലിയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കൊണ്ടുവരാം. ഒന്നിനെ പാപപരിഹാര ബലിയായും മറ്റേതിനെ പ്രായശ്ചിത്ത ബലിയായും അവന് അർപ്പിക്കാവുന്നതാണ്. അതിനെ ആ ചെങ്ങാലിയോ പ്രാവിനെയോ കൊണ്ടുവരുവാനുള്ള മാർഗം അവനില്ലെങ്കിൽ മാവ് കൊണ്ടുവരാം. ഒരു ഏഫാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പറഞ്ഞ ഒരു ഇടങ്ങഴി എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ 10-1 കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, കഴിവനുസരിച്ച് മാത്രം അവൻ യാഗം അർപ്പിച്ചാൽ മതി. പക്ഷേ എല്ലാ കുറവുകൾക്കും അവൻ അർപ്പിക്കേണ്ടതാണ്. 14-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുന്നത് പ്രായശ്ചിത്ത ബലിയെ സംബന്ധിച്ചാണ്. വിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് ഒരുവൻ പിഴച്ചാൽ അതിൻ്റെ പരിഹാരത്തുകയോടുകൂടി 5-1 കൂടി അവൻ അധികമായി നൽകണം. 5-1 പറയുന്നത് 20% കൂടിയാണ്. അപ്പോൾ വിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് അവൻ തെറ്റുകാരനായി മാറിയാൽ ആ വസ്തുവിൻ്റെ വിലയോട് കൂടി 20% കൂടി കൂടുതൽ അവൻ നൽകി അതിൻ്റെ പ്രായശ്ചിത്തം അവൻ ചെയ്യണം. അത് മനുഷ്യനെതിരായ പാപമാണെങ്കിലും ദൈവത്തിനെതിരായ പാപമാണെങ്കിലും
അവന് 20% കൂടി നൽകണം. എന്തിനങ്ങനെ അവനോട് കൂടുതൽ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ അവൻ ഇനിയും ആ പാപം ആവർത്തിക്കാതിരിക്കാനാണ്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ട്രാഫിക് റൂൾസ് ഉണ്ട്. അത് ലംഘിച്ചാൽ നമുക്ക് ഫൈൻ ഉണ്ടാവും. എന്തിനാണ് ഫൈൻ അങ്ങനെ ഗവൺമെൻറ് വെക്കുന്നത്? എന്തിനാണ്? നമ്മൾ വീണ്ടും അത് ലംഘിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം സാമ്പത്തിക നഷ്ടം നമുക്കുണ്ടാകുമ്പോൾ അത് ലംഘിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇതുപോലെയാണ് ഇവിടെ പാപത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഏറ്റവും വളരെ നിസ്സാരമായൊരു പാപത്തിന് വേണ്ടി പോലും അവൻ മറന്നുപോയാൽ പിന്നീട് ഓർക്കുമ്പോൾ പോലും അവൻ അതിനുവേണ്ടി പ്രായശ്ചിത്തം കഴിക്കണമെന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. കർത്താവ് വിലക്കിയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിലും അവൻ കുറ്റക്കാരനാണ്. അവൻ ആ യാഗവസ്തുവിന് അതിന് തുകയ്ക്ക് പുറമെ ഊനമില്ലാത്ത മുട്ടാടിനെ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരികയും പുരോഹിതൻ അതിനെ യാഗമായി അവിടെ അർപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അവന് പാപപരിഹാരം അവിടെ ലഭിക്കുകയാണ്. ചുരുക്കത്തിൽ, അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തം ചെയ്യണം. പാപപരിഹാര ബലി അവനവിടെ അർപ്പിക്കേണ്ടതാണ്. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയ നിയമത്തിൽ നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ തെറ്റുകൾ, പാപങ്ങൾ നമ്മൾ ചെയ്യുന്നുവെന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക, അറിഞ്ഞും അറിയാതെയും. അതൊക്കെ നമ്മൾ വെറും മാനുഷിക ബലഹീനതയെന്നും സാഹചര്യ സമ്മർദ്ദങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഓരോ കുമ്പസാരത്തിലും ഏറ്റുപറയുന്ന പാപങ്ങൾ ഇനി ആവർത്തിക്കുകയില്ല എന്ന തീരുമാനത്തോടെ പോകുന്ന നമ്മൾ അധികം താമസിയാതെ അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി പാപം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ പഴയ നിയമത്തിൽ എത്രമാത്രം യഹോവയായ ദൈവം മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തെ സൂക്ഷ്മതയോടുകൂടി നോക്കി അവനൊരു കുറവുമില്ലാത്തവനായി ജീവിക്കാനുള്ള ഒരു ക്രമീകരണം മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് നൽകുകയാണ്. കാരണം അവിടെ ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന, കൂട്ടമായി അവരെ കൂടാരത്തിൽ പാർക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും അവിടെ പ്രായശ്ചിത്തം അവർ ചെയ്യണം. എന്തിന്? ആ സമൂഹത്തിൽ ഇനിയും അങ്ങനെയുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി. അത് ദൈവത്തോടായാലും മനുഷ്യനോടായാലും. പ്രിയമുള്ളവരെ, ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് നേരിട്ട് ഇതൊക്കെ പറയുന്നില്ലേ? നമ്മൾ നിസ്സാരവൽക്കരിക്കുന്ന ആ പാപങ്ങളെക്കുറിച്ചൊക്കെ, ആ തെറ്റുകളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം വരുത്തിയിട്ടുണ്ട്. നീ ചിന്തിച്ചത്, നീ പറഞ്ഞത്, നീ പ്രവർത്തിച്ചത് ശരിയല്ല എന്ന്. പക്ഷെ അതോർത്ത് പശ്ചാത്തപിക്കുന്ന എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്? നമ്മളതിനൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സമ്പത്തൊന്നും പുതിയ നിയമത്തിൽ കർത്താവ് ചോദിക്കുന്നില്ല. കർത്താവ് നമ്മുടെ മനസ്സാന്തരമാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ആ ചിന്തകളും പ്രവർത്തികളും ദൈവത്തെ വേദനിപ്പിച്ചെങ്കിൽ, നമ്മുടെ ആ ആലോചനകളും തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും മനുഷ്യനെ വേദനിപ്പിച്ചെങ്കിൽ അവരോടൊക്കെ ക്ഷമ പറഞ്ഞ് ആ വലിയ നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്കിടയാകണം. ഈ യാഗങ്ങളൊക്കെ ദൈവത്തോടും മനുഷ്യനോടും നിരപ്പാകുന്നതിന് വേണ്ടിയാണെങ്കിൽ നമ്മളും അപ്രകാരമുള്ള ഒരു നിരപ്പിൻ്റെ അനുഭവത്തിലേക്ക് പോകുവാൻ നമുക്കിടയായിത്തീരണം. വിശുദ്ധ കുർബാന അതുകൊണ്ടാണല്ലോ ദൈവത്തോടുള്ള നിരപ്പും മനുഷ്യനോടുള്ള നിരപ്പുമാണ് വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനയുടെ ഉള്ളടക്കം. അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയാകണം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.